എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി ക്രിസ്മസ് അല്ലേ വരാൻ പോണേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ പതിവില്ലാണ്ട് രാവിലെ തന്നെ എണീറ്റ് വന്ന് പുറത്തു പോകാൻ നിൽക്കുന്ന സമയത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ജിബിനിങ്ങനെ അന്തം വിട്ട് നോക്കായിരുന്നു എന്താ സംഭവം എന്ന്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വ്ളോഗ് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചു. പിന്നെ മോർണിംഗ് ഉണ്ടായിരുന്നത് സമൂസയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളന്നൊരു കടയിൽ പോകാൻ നിൽക്കുകയാണ്. ആ ഷോപ്പിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. അതായത് ഇവിടെ അടുത്തൊരു കൺട്രി സൈഡ് പോലത്തെ ഒരു സ്ഥലത്തൊരു മാർക്കറ്റ് ഉണ്ട്, ഫാർമേഴ്സിൻ്റെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉള്ള. അപ്പോൾ അങ്ങോട്ടാണ് പോകാൻ നിൽക്കണേ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല എന്താ പറയുക ഫോഗൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. തലേദിവസം രാത്രി മഴയൊക്കെ ഉണ്ടായിരുന്നു. പോണ വഴിക്കൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ നാട്ടിൽ വാഗമണൊക്കെ പോയില്ലേ, അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഹൈ റേഞ്ച് പോലത്തെ ഒരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറച്ചുള്ളൂ, ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഡ്രൈവ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ഇത് വലിയൊരു സംഭവമായിരുന്നു. ഞങ്ങൾ ഇതുവരെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കായിരുന്നു, നിറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്കായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എനിക്കിന്ന് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ അത് വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വന്നേ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഒരു ലിക്വിഡേഷൻ സെൻറ്റർ പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സാധനങ്ങളൊക്കെ എനിക്ക് സെക്കൻഡ് ഹാൻഡ് പോലെയാണ് തോന്നിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പൈനാപ്പിളും മാങ്ങ ആപ്പിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിച്ചിട്ട് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോൾ ഏകദേശം ഒരു ഉച്ചയാവാറായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും സ്റ്റിൽ മോർണിംഗത്തെ ആ ക്ലൈമറ്റ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്കൊരു കടയിൽ പോകാനുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ഇങ്ങനൊരു ക്രിസ്മസ് പരേഡ് ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയോ ഷോപ്പുകളും പിന്നെ ഒരുപാട് ഓർഗനൈസേഷൻസും എല്ലാം ആയിട്ട് മിക്സ് ചെയ്തിട്ട് അവർ നടത്തുന്ന ഒരു പരേഡായിരുന്നു. അപ്പോൾ ഞാനത് ഇങ്ങനത്തെ ഒരു കാര്യം ഇവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഒരുപാട് തരത്തിലുള്ള ഓർഗനൈസേഷൻസ് അവരുടെ ഇത് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ നാട്ടിലൊക്കെ ചെയ്യില്ലേ കരോളൊക്കെ പോലെ, അതിൻ്റെ ഒരു വേറെ ഒരു വെറൈറ്റി. ഇപ്പോൾ തൃശ്ശൂർ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ബോണ്ണത്താലൊക്കെ ചെയ്യില്ല, അതിൻ്റെ പോലെ തോന്നി. പക്ഷേ ഇതിൽ ചിലപ്പോഴൊക്കെ വരുന്ന ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് ഡൗട്ട് ചെയ്തേയും ഈ ഒരു ക്രിസ്മസ് ആണോ അതോ ഹാലോവീനാണോ ഉദ്ദേശിച്ചത്. അതേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര്. പിന്നെ അവിടെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ക്യാൻഡി കെയിൻസും പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ്, അതേപോലെ ഗിഫ്റ്റ് കാർഡ്സ്, ടോയ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കാർഡ്സും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. എനിക്ക് ടാറ്റ, ഞാൻ ടാറ്റ കൊടുത്തു. എനിക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല. ഈ നാട്ടുകാർ അവരുടെ പെറ്റ്സിനും മനുഷ്യന്മാരുടെ അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ പരേഡിലടക്കം അവർ അവരുടെ പെറ്റ്സിനെയും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അത് നടത്തിയിട്ടുണ്ടായിരുന്നേ. അല്ല, നമ്മുടെ നാട്ടിലുണ്ടാവാറില്ല ഇങ്ങനെ അങ്ങാടിക്കാരോള്. ഞങ്ങളുടെ അവിടെ JBL JCL അങ്ങനെ ഏതോ ഒരു ഗ്രൂപ്പിൻ്റെ ഒക്കെ ഉണ്ടാകാറുണ്ട്. നല്ല നല്ല കാർ. Merry Christmas, Stephanie. Oh yeah! How's it going? You want another one? Here you go, buddy. How are you? കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ കടയിൽ പോയി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് നടന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇവിടുത്തെ കടകൾ ഫുള്ള് നവംബർ തൊട്ട് തന്നെ ക്രിസ്മസ് തീമിലായിട്ടിട്ടെല്ലാം. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിന്ന് രാവിലെ കടയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ മാർക്കറ്റിൽ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോണേ. അപ്പോൾ ചെറുതായിട്ട് ഒരു വൈൻ ഇട്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, അങ്ങനെ മുന്തിരി വൈനൊക്കെ അമ്മയുടെ കൂടെ നിന്ന് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ. പിന്നെ ഇതെന്താ പ്രോപ്പർ വൈൻ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. 3 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബിലും പിന്നെ ഇങ്ങനെ കുറച്ച് റീൽസിലൊക്കെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം തോന്നി. അപ്പോൾ എന്തായാലും ഡിസംബർ ആദ്യമല്ല, അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ക്രിസ്മസിന് എന്തായാലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് ഫസ്റ്റ് പരീക്ഷണമാണ്. നല്ല പൈനാപ്പിളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം കൊണ്ട് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് മതിയായില്ലെങ്കിൽ അടുത്ത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇനി അതിൻ്റെ പരിപാടികളൊക്കെ കണ്ടാലോ. എന്തെങ്കിലും പണിയെടുക്കാൻ വേണ്ടി അടുക്കളയിൽ കയറിയാലോ അല്ലെങ്കിൽ എന്ത് പണിയെടുക്കുമ്പോഴും എനിക്ക് എന്തെങ്കിലും ഒരു സിനിമ കാണേണ്ടത് മസ്റ്റാണ്. അപ്പോൾ പണ്ടത്തെ മലയാള സിനിമകളൊക്കെ വെച്ചിരുന്ന് കാണുകയാണ്. ഇന്ന് തെങ്കാശിപ്പട്ടനാണ് ഞാൻ വെച്ചത്. നല്ല ബെല്ലൊക്കെ.
ആ മാർക്കറ്റിൽ പോയിട്ട് ആദ്യമായിട്ട് തന്നെ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു നല്ലതാണോ അതോ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് അറിയില്ലല്ലോ. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല പൈനാപ്പിൾ തന്നെയായിരുന്നു കേട്ടോ, നല്ല സ്വീറ്റ് ആയിരുന്നു. അങ്ങനെ ഇതേ പൈനാപ്പിളിനെയൊക്കെ നല്ല ഗ്ലാമർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വേണം വൈനിടാൻ. അപ്പോൾ അതൊക്കെ ചെയ്യാം. എനിക്കിന്നേ ഇങ്ങനെ വൈനൊക്കെ ഇടേണ്ട ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ മിസ്സായിപ്പോയി. കാരണം എൻ്റെ വീട്ടിൽ പണ്ട് അപ്പച്ചനും അമ്മയും ഇങ്ങനെ വൈനൊക്കെ ഇടാറുണ്ട്. അപ്പച്ചനായിട്ട് തുടങ്ങിയ ആചാരങ്ങളാണ്. ഇങ്ങനെ ക്രിസ്മസിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പ്രത്യേക ഫംഗ്ഷൻ, അതിപ്പോൾ ഞങ്ങളുടെ കുർബാന സ്വീകരണം, അങ്ങനത്തെ ചില ഫംഗ്ഷൻസിനൊക്കെ മുന്നേ ഇങ്ങനെ ഇത് ഇടുന്ന പരിപാടിയുണ്ട്, വൈൻ ഇടുന്ന പരിപാടിയുണ്ട് വീട്ടിൽ. ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ വരുന്ന ഒരു ദിവസം ഉണ്ട് വൈനൊക്കെ ഇടുമ്പോൾ. അയ്യോ എന്താ വെച്ചാൽ ഞങ്ങൾ ഇനി വാറ്റുകാരെന്നാരും പറയരുത്. നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഫംഗ്ഷൻസിനൊക്കെ നടത്തുന്നേക്കാളും മുന്നേ ഇപ്പോൾ കേക്കും വൈനും ഇങ്ങനെ കഴിച്ചിട്ടല്ലേ പല പരിപാടിയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഒരു ഇതിലൊക്കെ കേക്കും വൈനൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പരിപാടികൾ തുടങ്ങാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി മാത്രം കേട്ടോ. ഇനിയിപ്പോൾ അത് പറയുമ്പോൾ ഞാൻ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എന്താ അങ്ങനത്തെ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം വീട്ടിൽ അവരിടുന്ന കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് ഇതെങ്ങനെ ഈ പരിപാടികളൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ പണ്ട് എല്ലാ കാര്യത്തിലും ക്യൂരിയോസിറ്റി കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ അപ്പച്ചനൊക്കെ അടുത്ത് വിളിച്ചിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇങ്ങനെയാണ് ഇടേണ്ടത്, അപ്പോൾ ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ ചീത്തയായി പോകും എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കാണിച്ചു തരാറുണ്ട്. എൻ്റെ അപ്പച്ചനും അമ്മച്ചൊക്കെ അങ്ങനെയാട്ടെ, എന്തെങ്കിലും ചെയ്യുമ്പോഴാണെങ്കിലും കൂടെ അടുത്ത് വിളിച്ചിരുത്തി അത് എന്ത് കാര്യമായിക്കോട്ടെ അതിനൊക്കെ അങ്ങനെ കാണിച്ചു തരാറുണ്ട്. അവർ ചെയ്യുമ്പോൾ ഒക്കെ പറഞ്ഞു തരും. കുക്കിങ്ങിൻ്റെ ആണെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെ എപ്പോഴും നമ്മളെ കൂടെ കൂട്ടുകാരെല്ലാത്തിനും. അപ്പോൾ ഇന്ന് അത് കാരണം തോന്നുന്നു ഇന്ന് രാവിലെ തൊട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് എന്തോ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നു. എന്ത് ചെയ്യാൻ പറ്റുമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. മിസ്സിങ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ ഇതൊക്കെ വേഗം അരിഞ്ഞ് ഇതാക്കട്ടെ. കാരണം ഇപ്പോൾ ഈവനിങ് ആയ ഏകദേശം. ലൈറ്റ് നോക്കണ്ട, ഇവിടെ ഡേ ലൈറ്റ് സേവിങ് ഒക്കെ ആയ കാരണം പെട്ടെന്ന് ഇരുട്ടാവും. എന്നാലും ഈവനിങ് ആയി. എനിക്കിനി കുറച്ചും കൂടി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ രാത്രിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആകെ ഒരു വീക്കെൻഡ് കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ചെയ്യാതിരിക്കും, അങ്ങനെ ആകെ തിരക്കാണ്. അതാണ് കാര്യം. അപ്പോൾ ഇതൊക്കെ വേഗം വേഗം അരിഞ്ഞെടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. വൈനിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിളൊക്കെ ഇവിടെ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. തിളപ്പിച്ചിട്ട് 3 ദിവസം വെച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി നോക്കണത് ഇപ്രാവശ്യത്തെ വൈൻ. അങ്ങനെ വൈൻ്റെ പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് വെച്ചു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കൂട്ടാൻ വെക്കാൻ പോവാണ്. എന്നോട് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇവിടെ നമുക്ക് ചീരയും നാട്ടിലത്തെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന്. ഇവിടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ കേരള സ്റ്റോഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാലൊക്കെ നമ്മുടെ നാട്ടിലത്തെ പച്ചക്കറികളും എല്ലാ കാര്യങ്ങളും കിട്ടും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ എടുക്കുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രോസൺ സ്പിനാച്ചാണ്. ഇടയ്ക്ക് വാങ്ങിച്ചങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് അത്യാവശ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രോസൺ വാങ്ങിച്ച് വെച്ചതാണ് ഇന്ന് എടുക്കണത്. സബോളയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാട്ടി അതിലേക്ക് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് പിന്നെ ചീരയിട്ട് ലാസ്റ്റ് മുട്ട കുത്തി ഒഴിച്ച് ഉണ്ടാക്കണം. ഒരു ചെറിയ സിമ്പിൾ ചീരപ്പേരിയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് ഡെക്കറേഷൻസ് ട്രീയിൽ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു സിമ്പിൾ ട്രീ ആട്ടോ, ഈ കാണുന്ന പോലെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ട് കുറച്ച് ബോളും ഇതൊക്കെ വെച്ചു. പിന്നെ ഈ ഒരു സാധനം ഞാൻ വേസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ ബോക്സിലൊക്കെ നല്ലൊരു ഗിഫ്റ്റ് റാപ്പ് പൊതിഞ്ഞുണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ട്രീയും സെറ്റാക്കി. ഇത് വൈൻ ഇട്ട് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ ഒരു ഇതാണ്. അത്യാവശ്യം സ്പാർക്ലിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഫെർമെൻറ്റേഷന് വെക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.